പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ കലങ്ങിമറിഞ്ഞ ബി.ജെ.പി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെ. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരണോ എന്നതിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന ആരോപണവുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, മുതിർന്ന നേതാവ് എൻ. ശിവരാജൻ അടക്കമുള്ളവർ രംഗത്തെത്തി. ഇതോടെ പരസ്യ പ്രതികരണങ്ങൾ സംസ്ഥാന നേതൃത്വം വിലക്കി. എന്നാൽ കെ. സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയില്ലെന്ന് കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വി. മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളുടെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി. മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നോ അത് ശിരസ വഹിക്കുന്ന ആളാണ്. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങാടി തൊട്ടാൽ അമ്മയോട് അത് തന്നെയാണ് മറുപടി. 100% ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയല്ലേ ഉള്ളൂ. അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ്. വി.എസ്. രഞ്ജിത്ത് ചേർന്നു. രഞ്ജിത്ത്, സി. കൃഷ്ണകുമാർ അപ്പോൾ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ്? പരസ്യ പ്രതികരണവുമായി പ്രചാരണത്തിൽ ഒപ്പമുണ്ടായിരുന്ന നഗരസഭാ അധ്യക്ഷ തന്നെ രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം തൃപ്തികരമാണോ? സുജയ, സംസ്ഥാന അധ്യക്ഷൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. എന്തെങ്കിലും തെറ്റുകൾ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ മാറ്റാൻ കേന്ദ്ര നേതൃത്വത്തിന് അനുവാദമുണ്ട്. കേന്ദ്ര നേതൃത്വം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒഴിയാൻ ഒരു മടിയുമില്ല എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJPക്കുള്ളിൽ കലങ്ങി മറയുന്നത് പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒന്ന്, BJPയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ് നാളെ കൊച്ചിയിൽ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റും, മണ്ഡലം അധ്യക്ഷന്മാരെ മാറ്റും, ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മാറാൻ സാധ്യതയുണ്ട്. JP നദ്ദ ദേശീയ അധ്യക്ഷൻ മാറാൻ പോകുന്ന സാഹചര്യത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്ര വിരുദ്ധ വിഭാഗം സുരേന്ദ്രനെതിരെ പടയൊരുക്കത്തിനുള്ള അവസരമായി ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മാറ്റും. അതിൻ്റെ ഭാഗമായുള്ള പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. എന്നാൽ പാലക്കാട്ട് സ്ഥിതി മറിച്ചാണ്. അത് കെ. സുരേന്ദ്രനെതിരെയുള്ള പടയൊരുക്കമല്ല, അത് സി. കൃഷ്ണകുമാറിനെതിരെയുള്ള പടയൊരുക്കമാണ്. സി. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാലക്കാട്ടെ ഒരു വിഭാഗത്തിന് തീർത്തും അതൃപ്തി ഉണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുപ്പിന് മുൻപും അത് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ പരാജയപ്പെട്ടപ്പോൾ അതവർ പരസ്യമായി വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇത്തരത്തിൽ പരസ്യമായി പ്രതികരണം നടത്തുന്നതിന് ഇപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും BJPയിൽ അസാധാരണമായി മാത്രമാണ് ഇത്തരത്തിൽ നേതാക്കന്മാർ നേതൃത്വത്തിനെതിരെ വളരെ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യമുള്ളത്. ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള N. ശിവരാജനും അതുപോലെ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള വ്യക്തിയും ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടിക്കെതിരെയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെയും സംസ്ഥാന അധ്യക്ഷനെതിരെയൊക്കെ പരസ്യമായി വെല്ലുവിളി ഉയർത്തി, വിമർശനം ഉയർത്തി രംഗത്ത് വരുന്ന പാർട്ടിയിൽ വലിയ വിമർശനം ഉണ്ടാക്കുന്നു, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം തന്നെ കെ. സുരേന്ദ്രനെതിരായിട്ടുള്ള പാർട്ടിയിലെ പടനീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് കെ. സുരേന്ദ്രൻ തീരുമാനിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും സംസാരത്തിലുമൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് താൻ ഒറ്റയ്ക്കല്ല, പാർട്ടിയുടെ കോർ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ചത്. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു തെറ്റുമില്ല. കൃഷ്ണകുമാർ ഒരു സ്ഥാനാർത്ഥി മോഹിയല്ല. മാത്രവുമല്ല, കൃഷ്ണകുമാറിന് വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പാർട്ടി നിർബന്ധിച്ചാണ് കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് തുടങ്ങിയ വാദങ്ങൾ കൂടി കെ. സുരേന്ദ്രൻ നിരത്തുന്നു. അതോടൊപ്പം ശോഭാ സുരേന്ദ്രന് ക്ലീൻ ചിറ്റ് കൊടുക്കാനും അദ്ദേഹം മടിക്കുന്നില്ല. മാത്രവുമല്ല, മറ്റ് നേതാക്കന്മാരാരും തൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അതിൽ ഒരൊറ്റ തിരുത്തുള്ളത്, വി. മുരളീധരന് കൃത്യമായി മറുപടി കൊടുക്കാൻ കെ. സുരേന്ദ്രൻ ഈ
ഘട്ടത്തിൽ തയ്യാറാവുന്നുണ്ട്. പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അധ്യക്ഷനോട് ചോദിക്കൂ എന്നാണ് വി മുരളീധരൻ ഇന്നലെ പ്രതികരിച്ചത്. അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് തന്നെയും മുരളീധരനെയും തെറ്റിക്കാൻ ശ്രമിക്കേണ്ടതില്ല, പക്ഷേ മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അന്ന് പിറവം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർട്ടിക്ക് കിട്ടിയത് 2000 വോട്ട് മാത്രമാണ്. അന്ന് ആരും വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് തനിക്കെതിരായ പടയൊരുക്കത്തെ എല്ലാ ഭാഗത്തു നിന്നും ചെറുക്കാൻ തന്നെയാണ് കെ സുരേന്ദ്രന്റെ തീരുമാനം. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.